എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യത്യസ്തൻ എന്ന എന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള 3 വ്യക്തികൾ ഞാൻ ആദ്യമേ തന്നെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിൽ ജീവിച്ച് പ്രകൃതിയെ ഉപാസിക്കുന്ന ശ്രീ രമേശ് വാനമ്പാടി സാർ, പ്ലീസ് വെൽക്കം ടു ദ ഷോ. സ്വാഗതം. ഇതെന്താ ഇത്? ഇത് കിളി ഭാഷ. കിളിപ്പാട്ടെന്നല്ലേ നമ്മൾ സാധാരണ പറയാം. കിളിപ്പാട്ട് വേറെ ഉണ്ട്. അതെന്താ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിളിപ്പാട്ട്. കൊള്ളാം. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ. അതെ. താങ്കൾ ഇങ്ങനെ 20 വർഷമായിട്ട് പ്രകൃതിയിൽ മാത്രം ജീവിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് 20 വർഷമായിട്ട് ഞാൻ പ്രകൃതിയായിട്ട് ഇണചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെന്താണ് അങ്ങനെ ജീവിക്കാനുള്ള കാരണം? 20 വർഷം മുമ്പ് ഞാൻ അമ്മയായിട്ട് പിണങ്ങി നേരെ കാട്ടിലേക്ക് പോയി. ഞാൻ കാട്ടിൽ ചെന്ന് നിൽക്കുമ്പോ ഒരു കുരങ്ങൻ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ നോക്കി ഇങ്ങനെ മാറി വിളിക്കുക. കുരങ്ങൻ വിചാരിച്ച് ഞാൻ എന്റെ കുട്ടിയായിരിക്കും. എന്നെ എടുത്ത് ഇടിയിലിരുത്തി നേരെ കാട്ടിനകത്തോട്ട് പോയി. പിന്നെ ഞാൻ കാട്ടിനകത്താണ് ജീവിച്ചത്. പറഞ്ഞു ഞാനൊക്കെ കാട് കയറണ്ട. ഒരുപാട് മൃഗങ്ങളുണ്ട്, ഉപദ്രവിക്കും. അയ്യോ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് നമ്മൾ പറയാറില്ലേ? പക്ഷെ വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു നിമിഷം കറണ്ട് പോയാൽ നമ്മൾ ബുദ്ധിമുട്ടും. ഇവിടെ സ്വന്തം ശരീരത്തിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ശ്രീ ജനറേറ്റർ ബാബു, പ്ലീസ് വെൽക്കം ടു ദ ഷോ. Check out the wicked inspiration vibes and the jungle style. I'm getting wicked and mad. It's wicked inspiration, my boy Selectra. Hey. Check out the wicked inspiration. താങ്കൾക്ക് ഈ ഷോയിലേക്ക് സ്വാഗതം. എന്തോ നെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ ഭായി, എനിക്ക് മൊത്തം കറണ്ടാണ്, നിങ്ങൾ കത്തിപ്പോവും. അങ്ങനെ പറയരുത്, എനിക്ക് അത്ര വിശ്വാസം പോലെ. അല്ല, നിങ്ങളുടെ ബോഡിയിൽ ഞാൻ ഇതൊന്ന് വെച്ച് നോക്കട്ടെ. എന്താ കത്തുന്നുണ്ടോ? ഇല്ല. അല്ല, ഇതേപോലെ എന്റെ ബോഡിയിൽ ഒന്ന് വെച്ചേ, ഇവിടെ വെച്ചേ. കത്തുന്നില്ല. അയ്യോ സോറി കേട്ടോ, ആ സൈഡ് പവർ കട്ടാണ്. ഇപ്പൊ ശരിയാക്കി തരാം. വെച്ചാ നോക്കിയാലോ, കത്തുന്നുണ്ടോ? മാത്രമല്ല നിങ്ങളുടെ ബോഡിയിൽ കണ്ടോ, കത്തുന്നില്ല. ഇല്ല. ഇപ്പൊ നോക്കൂ, കത്തുന്നുണ്ടോ? ഫുൾ കറണ്ടാണ്. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് തരാം. ചെറിയൊരു ടച്ചാണ്. നോ പ്രോബ്ലം. അയ്യോ, ഫുൾ കറണ്ടാണ്. ഇത് പിടിച്ചേ. വളരെയധികം പ്രത്യേകതകളാണല്ലേ? എന്താണ് താങ്കളുടെ വെറൈറ്റികൾ ഒന്ന് പറയുമോ? വെറൈറ്റി എന്ന് പറയുമ്പോൾ എറണാകുളത്ത് ഏകദേശം ഒരു 7ഓളം വീടുകൾ ഞാനാണ് കറണ്ട് കൊടുക്കുന്നത്. ഞാനാണ് കറണ്ട് കൊടുക്കുന്നത്. ഈ ശരീരത്തിൽ നിന്നുള്ള കറണ്ടാണ് കൊടുക്കുന്നത്. മൊത്തം ഫുൾ കറണ്ടാണ് ഞാൻ. അവിടെ ഇരിക്കാം. ഇന്ന് ഞാൻ ഷൈൻ ചെയ്യുന്നു. വീണ്ടും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെ കൂടി ഞാൻ എന്റെ ഈ ഷോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏത് സമയവും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി. ചിരിയാണ് തന്റെ മുഖ്യ ആയുധം എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിരിക്കാത്ത മുഖമില്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല നമ്മൾ. എന്തായാലും ഈ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രസന്ന വദനൻ. നമസ്കാരം പറഞ്ഞതാ, ചിരിട്ടടയിൽ മുങ്ങിപ്പോയി. ഇനി ക്ലാരിറ്റി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഈ ചാനലിൽ തന്നെ പുറത്തിറക്കരുത്. ഒരിക്കലും. അപ്പൊ താങ്കൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. എന്താണത്? അത് ഞാൻ ചിരിക്കും. അപ്പൊ നേരത്തെ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ ചിരി ആയുസ് കൂട്ടുമെന്ന്. ചിരി ആയുസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ 200 രോഗങ്ങളുണ്ട്. അത് 200 രോഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ 200 രോഗങ്ങളില്ല. ഞാൻ സ്ഥിരമായിട്ട് ചിരിക്കുന്നു, എന്റെ ശരീരത്തിൽ 200 രോഗമില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ 200 രോഗം ഇല്ല, ഒറ്റ രോഗമുള്ളൂ, ഭ്രാന്ത്. ചുമ്മാ ആവശ്യമില്ലാത്തതിനൊക്കെ ചിരിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും ഈ ചർച്ചയിലേക്ക് വരാം. ശ്രീ രമേശ് വാനമ്പാടി, താങ്കളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അയ്യോ പറയാൻ വിട്ടു ഏട്ടാ. അവര് പ്രത്യേകം പറഞ്ഞു ഇവിടെ പരിപാടിക്ക് വരുമ്പോ വീട്ടിൽ എല്ലാവർക്കും സാറിന് ഹായ് കൊടുക്കണേ. ഞാൻ കൊടുക്കണേ. ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്റെ വക ഒരു ഹായ്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? 2 കടുവ, 3 ആന, 4 ഒട്ടകം, 8 ജിറാഫ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ വരുന്ന ഞാറ്റ് പോകും. ഇവരെല്ലാം എന്റെ ഒരു ഹായ് ഈ അവസരത്തിൽ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ ജനറേറ്റർ ബാബു, താങ്കളുടെ കുടുംബകാര്യങ്ങളെ കുറിച്ചും മറ്റൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അല്ല, എന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ KCB-യിലെ കറണ്ടിനെക്കാളും ആൾക്കാർക്ക് ആവശ്യം ബാബുവിന്റെ കറണ്ടാണ്. അയ്യോ, നാട്ടുകാരെല്ലാം പറയും ബാബുവിന്റെ കറണ്ട് മതി, ബാബുവിന്റെ കറണ്ട് മതി എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ KCB കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് മൂലമറ്റത്തുനിന്നല്ലേ? അപ്പൊ താങ്കൾ എവിടെ നിന്നാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലൂടെ തന്നെയാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. വന്നപ്പോ തൊട്ട് എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഓക്കെ, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. താങ്കൾ വിവാഹം കഴിച്ചതാണോ? അത് മാത്രം പറയുന്നത് എന്റെ കറണ്ട് കൊണ്ട് ആകെ വിഷമം. അത് മാത്രമേ. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് തൊട്ടാലും കത്തുമല്ലോ. കത്തും.
അപ്പൊ കർണാണല്ലോ. അതെ. ഞാൻ ഇരുന്നിരുന്നൊരു കല്യാണം കഴിച്ചു. പെണ്ണ് പാലുമായിട്ട് വന്നപ്പോ ഞാൻ കൈ കയറി പിടിച്ച് പാൽ ഗ്ലാസ് നിന്ന് ലൈറ്റ് കത്തുമ്പോൾ കത്തി. ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. പിന്നെ ഇവിടെ കവിളിലൊന്ന് തടവി 2 കണ്ണ് ബൾബ് കത്തുമ്പോൾ കത്തി. ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. പിന്നെ നമ്മൾ തൊടുന്ന സ്ഥലം മൊത്തം നിന്നങ്ങ് കത്തുക. ആദ്യ രാത്രി കൊണ്ട് നമുക്ക് തൊടാതിരിക്കാൻ പറ്റില്ലല്ലോ. രാത്രി ഒരു 2 മണിയാകുമ്പോ നാട്ടുകാരെ വിളിച്ചു പറയണം, നിർത്തണം എന്റെ DJ പാർട്ടി എന്ന്. അതിനനുസരിച്ച് ലൈറ്റും കറണ്ടും ഒക്കെ അല്ലേ അവിടെ നടക്കണത്. പക്ഷെ പിറ്റേ ദിവസം ആ പെണ്ണങ്ങ് പൊക്കളഞ്ഞു. ആ പെണ്ണങ്ങ് പൊക്കളഞ്ഞു. അതെന്താ പോയത്? അല്ല, അവള് പുതിയ കൊച്ചല്ലേ, കറണ്ട് കൊണ്ടുള്ള പരിപാടിയെ നമുക്ക് അറിഞ്ഞോളൂ. അങ്ങനെ പൊക്കളഞ്ഞു. അങ്ങനെ രസകരമായി ഈ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ശ്രീ രമേശ് വാനമ്പാടിയോടാണ് ചോദിക്കാനുള്ളത്. താങ്കൾ വിവാഹം കഴിച്ചതാണ്? കഴിച്ചിട്ടില്ല. അതെന്താണ് വിവാഹം കഴിക്കാതിരുന്നത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാ എന്റെ മുട്ട പൊട്ടിപ്പോവും. മനസ്സിലായില്ലേ? ഇല്ല. ഞാനൊരു പ്രകൃതി സ്നേഹിയാണല്ലോ. അതെ. ഈ കാക്കൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് മുട്ടയിടുന്നത് എന്റെ തലയിലാണ്. കൂടെ വെച്ചിരിക്കുന്നുണ്ടോ? കാക്ക വന്ന് മുട്ടയിട്ടിട്ട് പോയതാ. ഈ മുട്ട പൊട്ടിപ്പോവും. അപ്പൊ ഈ മുട്ട പിരിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് താങ്കൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്. അതെ. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ നമ്മുടെ പ്രസന്ന വദനിലേക്ക് വരികയാണ്. വയ്യെന്ന് തോന്നുന്നു. എന്തായാലും ചിരിയാണ് മുഖ്യ ആയുധം അല്ലേ? ചിരി തന്നെയാണ്. ചിരി തന്നെയാണ്. അപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് ചിരിപ്പടങ്ങളുണ്ട്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിരിപ്പടം ഏതാണെന്ന് പറയാം? അയ്യോ, അതിനെ കുറിച്ച് ഓർമ്മിക്കില്ല. ഞാൻ ചിരിച്ചു മരിക്കും. അത്രയ്ക്ക് ചിരി വരുന്നൊരു പടമാണോ? ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിയ ഒരു പടം എന്ന് പറഞ്ഞത് ആകാശദൂത്. ലോക തോൽവി. ഈ കറണ്ടുള്ള ഞാൻ തന്നെ കരഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു അടച്ച് എന്റെ കണ്ണിൽ തന്നെ ഷോക്ക് അടിച്ചു ആ പടം കണ്ടിട്ട്. ആ പടം കണ്ട് പ്രകൃതി പോലും കരഞ്ഞു പോയതാണ്. അല്ല, എനിക്കറിയാൻ പല ചോദിക്കണത്, മലയാളികളെ മുഴുവൻ കരയിപ്പിച്ച ഒരു സിനിമയാണ് ആകാശദൂത്. അത് കണ്ട് താങ്കൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? അല്ല, കരയണവര് കരഞ്ഞോട്ടെ, അവർക്ക് ഭ്രാന്ത്. പക്ഷെ ഞാൻ ചിരിക്കും. എങ്ങനെ? അതിന്റെ കഥയിൽ തന്നെ ഇല്ലേ ചിരിക്കാനുള്ള സംഭവങ്ങൾ. കഥയിൽ ചിരിക്കാനുള്ള സംഭവം? പിന്നെ അതിന്റെ കഥ എന്താ? അതായത് ഒരു കുടുംബം, അവിടെ അച്ഛൻ, അമ്മ, കുട്ടികള്. അയ്യോ, ഈ അച്ഛനില്ലേ, അച്ഛനാണെങ്കിൽ കുടിയൻ. ഇതിന്റെ ഇടയില് നമ്മുടെ മുരളിക്ക് പക്കിന് കത്തിക്കൊരു കുത്തി കൊണ്ടിട്ട് മണ്ണിന്റെ ഇടയിൽ കിടന്ന് ഉരുണ്ടൊരു ആക്ഷൻ കോമഡി ഉണ്ട്. ആക്ഷൻ കോമഡി അല്ല, മരണപ്രാളം. അതായത് എനിക്ക് ചിരിയാകുന്നത്. ചെറുതായിട്ടൊന്ന് ഷോക്ക് കൊടുത്ത അവൻ ഇപ്പം അല്ല, അങ്ങനെ പറയാനൊന്നും വേണ്ട. ഇപ്പൊ മലയാളത്തിലുള്ള കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ എനിക്ക് ചിരിക്ക് മാത്രമേ അതിനകത്ത് പാട്ടുള്ളൂ. മലയാള സിനിമയിൽ ചിരിക്ക് മാത്രമേ പാട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് താങ്കൾ പറയൂ. ചിരിയോ ഒരു നൊമ്പര ചിരിയോ പിറന്നാൾ. അത് മാത്രമല്ല, പിന്നെ പ്രകൃതിക്കും പാട്ടുണ്ടല്ലോ. പ്രകൃതിക്ക് പാട്ടില്ല. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ആസ്വാദകൻ, കറക്റ്റാണ്. അതും പ്രകൃതിയെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചിരിക്കും പ്രകൃതിക്കും പാട്ടുണ്ട്. ചിരിയും പ്രകൃതിയും ഈ ചർച്ചയിൽ മുൻപിട്ട് നിൽക്കുകയാണ്. കറണ്ടിന് പാട്ടില്ല. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസേ പ്രേമിച്ച് നടക്കാതെ. അതെ, അതിലെവിടെ കറണ്ട്? അല്ല, നിങ്ങളെ വീട്ടിൽ ബില്ല് അടച്ചില്ലെങ്കിൽ എന്തോന്നാണ് ഊരിക്കൊണ്ട് പോണം? പീസ് ഊരിക്കൊണ്ടോ? പിന്നെ ഞാൻ ഇതിലെന്താണ് പറഞ്ഞത്? തേങ്ങ. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസേ, ആ പീസിനെ കുറിച്ചാണ് പറഞ്ഞത്. കറണ്ടിന് പാട്ടുണ്ട്. ഓക്കെ, എന്തായാലും കറണ്ടിനും പാട്ടുണ്ട് എന്ന് നമ്മുടെ ജനറേറ്റർ ബാബു ഇവിടെ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കേ. അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഹലോ, എവിടെ ആണോ? എന്നാ കാലം കൊണ്ട് പതുക്കെ നീക്കിട്ട്, ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ. എന്താ സംഭവം? ചെറിയൊരു വിഷമം പറയാനുണ്ട്. വിഷമോ? എന്റെ അമ്മായിച്ച കുളിമുറിയിൽ തലയടിച്ച് വീണു. അല്ല, എന്നിട്ട് വീട്ടിൽ വിളിച്ചെന്ത് പറഞ്ഞു? അതാ, കാലം കൊണ്ടൊന്ന് തട്ടി നീക്കിട്ട് ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ. ഈ ഒരു അവസ്ഥയിലും ചിരി കണ്ടെത്തുന്ന പ്രസന്നവദനൻ. എന്തായാലും നമുക്ക് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വ്യത്യസ്ത മുഖങ്ങളുമായി എത്തിയ ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാനൊരു സെൽഫി എടുത്തുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ചാനലിന്റെ പേജുകളിലൂടെ പോകാനുള്ള ഫോട്ടോയാണ്. ആണല്ലേ? റെഡിയല്ലേ? ഓക്കെ ആണോ? എടുക്കട്ടെ. ഇങ്ങോട്ട്